പ്ലസ് വൺ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 16 പ്രോബബിലിറ്റി പാർട്ട് 2. ഈ ചാപ്റ്ററിൽ നാം ഇതുവരെ പഠിച്ചത് ഒന്ന് റാൻഡം എക്സ്പെരിമെൻറ്റ്, മറ്റൊന്ന് ഔട്ട്കം, മൂന്നാമത് സാമ്പിൾ സ്പേസ്, നാലാമത് പഠിച്ചത് സാമ്പിൾ പോയിൻ്റ്. അതുപോലെ തന്നെ എക്സസൈസ് 16.1-ലെ 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതേ എക്സസൈസിലുള്ള 10 മുതൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. An experiment consists of recording boy-girl composition of families with 2 children. 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ, what is the sample space if we are interested in knowing whether it is a boy or girl in the order of their birth? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is the sample space if we are interested in the number of girls in the family? ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് ഈ 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ പറയുന്നത്, what is the sample space if we are interested in knowing whether it is a boy or girl in the order of their birth? ഇവിടെ പറയുന്നത് 2 കുട്ടികളാണ് ഒരു ഫാമിലിയിൽ, അത് ബോയ് ഓർ ഗേൾ. ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരാവുന്ന എല്ലാ സാധ്യതകളും സെറ്റ് നൊട്ടേഷനിൽ എഴുതുന്നു. അതായത് ആൻസറാക്കി എഴുതുമ്പോൾ നമുക്കറിയാം ബോയ് ഓർ ഗേൾ. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് വരുന്നത് ഒന്നുകിൽ ആദ്യത്തെ 2 കുട്ടിയും ഗേളായിരിക്കും. അപ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് ജി എന്ന രീതിയിൽ എഴുതാം. ആദ്യ കുട്ടി ഗേളും രണ്ടാമത്തെ കുട്ടി ബോയും ആണെങ്കിൽ GB എന്നെഴുതാം. ആദ്യ കുട്ടി ബോയ്, രണ്ടാമത്തെ കുട്ടി ഗേൾ ആണെങ്കിൽ BG എന്നെഴുതാം. ഇനി 2 കുട്ടിയും ആദ്യത്തേതും രണ്ടാമത്തേതും ബോയ് ആണെങ്കിൽ BB എന്നെഴുതാം. ഇതാണ് ഈ വരുന്ന 4 സാധ്യതകൾ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സാമ്പിൾ സ്പേസ്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ഫാമിലി? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി 2 കുട്ടികളാണ് ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് ഗേൾസിൻ്റെ എണ്ണമാണ് ഇവിടെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഗേൾസ് എന്നുള്ളത് 2 ഗേൾസ് ആവാം, 1 ഗേൾ ആവാം, നോ ഗേൾ ആവാം. അതായത് സാമ്പിൾ സ്പേസ് S= നമുക്കൊരു ഓർഡറിൽ എഴുതാം. അതായത് സെറ്റ് 0, 1, 2. Then question number 11. A box contains 1 red and 3 identical white balls. 2 balls are drawn at random in succession without replacement. Write the sample space for this experiment. ഇവിടെ പറയുന്നത് ഒരു റെഡ് ബോളും 3 ഐഡൻറ്റിക്കൽ വൈറ്റ് ബോളാണ്. ഇവിടെ ഐഡൻറ്റിക്കൽ എന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം സാധാരണ നമ്മൾ 3 വൈറ്റ് ബോൾ ഉണ്ടെങ്കിൽ W1, W2, W3 എന്നതാണ് എഴുതുക. ഇവിടെ എല്ലാ ബോളും ഒരുപോലെ ആയതുകൊണ്ട് W1 തന്നെയാണ് W2, അത് തന്നെയാണ് W3. അതുകൊണ്ട് W എന്ന് മാത്രമേ നമുക്കിവിടെ ഐഡൻറ്റിക്കൽ വരുന്നത് കൊണ്ട് എഴുതാൻ സാധിക്കൂ എന്നർത്ഥം. അതായത് W1, W2, W3ക്ക് ഇവിടെ പ്രസക്തിയില്ല. ഒരേ സമയം 2 ബോളാണ് സെലക്ട് ചെയ്യണത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത ബോൾ പിന്നീട് അതേ ബോക്സിലേക്ക് വെക്കില്ല എന്നർത്ഥം. അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആ സാമ്പിൾ സ്പേസ് എഴുതാം. അതായത് ബോക്സ് കണ്ടെയ്ൻസ് 1 റെഡ് ആൻഡ് 3 വൈറ്റ് ബോൾസ്. ഡിനോട്ട് ദം ആസ് R ആൻഡ് W. നമുക്ക് ആ സാമ്പിൾ സ്പേസ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RW. ആദ്യം റെഡ് പിന്നെ വൈറ്റ്. നേരെ തിരിച്ച് ആദ്യം വൈറ്റ് ദെൻ റെഡ് WR. ഇനി രണ്ടും വൈറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് WW. അതായത് ഇവിടെ രണ്ടും R വരാനുള്ള ചാൻസ് ഇല്ല. കാരണം ഒരു റെഡ് ബോൾ മാത്രമേ ബോക്സിലുള്ളൂ. Then question number 12. An experiment consists of tossing a coin and then throwing it second time if a head occurs. If a tail occurs on the first toss, then a die is rolled once. Find the sample space. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഈ കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം ഹെഡ് കിട്ടുന്നു അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്നു. കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടിയാൽ പറയുന്നുണ്ട് വീണ്ടും ഒരു കോയിനും കൂടി ടോസ് ചെയ്യണം. എന്നാൽ ഇഫ് എ ടെയിൽ ഒക്കേഴ്സ് ഓൺ ദ ഫസ്റ്റ് ടോസ്
ആദ്യം കോയിൻ ടോസ് ചെയ്തപ്പോൾ ടെയിലാണ് കിട്ടിയത് എങ്കിൽ തുടർന്ന് ഒരു ഡൈ റോൾ ചെയ്യണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഇഫ് എ ടെയിൽ ഒക്കേഴ്സ് ഓൺ ദ ഫസ്റ്റ് ടോസ് ദെൻ എ ഡൈ ഈസ് റോൾഡ് വൺസ്. നേരത്തെ പറയുന്നു ടോസിങ് എ കോയിൻ ആൻഡ് ദെൻ ത്രോയിങ് ഇറ്റ് സെക്കൻഡ് ടൈം ഇഫ് എ ഹെഡ് ഒക്കേഴ്സ്. ഹെഡ് കിട്ടിയാൽ ചെയ്യേണ്ടത് വീണ്ടും ഒരു കോയിൻ കൂടി ടോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സാമ്പിൾ സ്പേസ് എഴുതാം. അതായത് എ കോയിൻ ഈസ് ടോസ്ഡ്, പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ് ആൻഡ് ടെയിൽ. എ ഡൈ ഈസ് ത്രോൺ, പോസിബിൾ ഔട്ട്കംസ് ആർ 1, 2, 3, 4, 5 and 6. ദെൻ റിക്വയർഡ് സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ നമുക്കൊരു ഓർഡറിൽ എഴുതാം. എച്ച് കിട്ടി, എച്ച് കിട്ടിയാൽ തുടർന്ന് എച്ച് കിട്ടുന്നു. എച്ച് കിട്ടിയാൽ രണ്ടാമതും എച്ച് കിട്ടണമെന്നില്ല, അത് ടെയിലുമാകാം. അപ്പോൾ എച്ച് ടി. ദെൻ എച്ചിൻ്റെ പോസിബിലിറ്റി കഴിഞ്ഞു. ദെൻ ടെയിലാണെങ്കിൽ പറയുന്നു ഡൈ റോൾ ചെയ്യണം. അപ്പോൾ ടെയിൽ കിട്ടി, ഡൈ റോൾ ചെയ്താൽ T1, T2, T3, T4, T5, T6. ഇതാണ് മാക്സിമം വരാവുന്ന പോസിബിലിറ്റീസ്. അതാണ് റിക്വയർഡ് സാമ്പിൾ സ്പേസ് എസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. Suppose 3 bulbs are selected from a lot. Each bulb is selected, is tested and classified as defective. അതാണ് capital D. Or non-defective, capital N. Write the sample space for this experiment. ഇവിടെ പറയുന്നത് 3 ബൾബാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ബൾബ് 2 തരത്തിൽ വരാം. ഡിഫക്റ്റീവും വരാം, നോൺ ഡിഫക്റ്റീവും വരാം. അതിൻ്റെ പരമാവധി വരാവുന്ന സാധ്യതകൾ. ഇത് നാം ഒരേ കോയിൻ തന്നെ ടോസ് ചെയ്ത പോലെയാണ്. 3 കോയിൻ ടോസ് ചെയ്തപ്പോഴുള്ള റിസൾട്ട് എച്ച് 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 അതേപോലെയുള്ള റിസൾട്ടാണ് ഇവിടെ. ഡിയും എന്നും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹെഡിനും ടെയിലിനും പകരം ഡിയും എന്നും വന്നു എന്ന് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ. നമുക്ക് ആൻസറായിട്ട് എഴുതാം 3 ബൾബ്സ് ആർ സെലക്റ്റഡ്. അപ്പോൾ സാമ്പിൾ സ്പേസ് ആദ്യം നമുക്കറിയാം 3ഉം ഡിഫക്റ്റീവ് ആണ് എന്ന് വിചാരിക്കുക. അപ്പം 3ഉം ഡി ആയിരിക്കും. ഇനി 3ഉം ഡിഫക്റ്റീവ് ആകുന്ന ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, കാരണം ഈ ഡി എല്ലാം ഐഡൻറ്റിക്കൽ പോലെയാണ്. ദെൻ അവസാനത്തെ ഡി നമുക്ക് എൻ ആക്കി മാറ്റാം. അപ്പോൾ ഡി ഡി എൻ. ദെൻ എൻ എന്നുള്ളത് മിഡിൽ, ഡി എൻ ഡി. ദെൻ എൻ ഡി ഡി. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 2 ഡിഫക്റ്റീവും 1 നോൺ ഡിഫക്റ്റീവും ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഡി എൻ എൻ എന്ന് പറഞ്ഞാൽ 1 ഡിഫക്റ്റീവും 2 നോൺ. ദെൻ ഡി നടുക്കിലേക്ക്, അതായത് എൻ ഡി എൻ. ദെൻ അടുത്ത കേസ് എൻ എൻ ഡി. ഇനി 3ഉം നോൺ ഡിഫക്റ്റീവ്, അതായത് എൻ എൻ എൻ. ഇതാണ് പരമാവധി പോസിബിലിറ്റീസ് എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. എ കോയിൻ ഈസ് ടോസ്ഡ്. ഇഫ് ദ ഔട്ട്കം ഈസ് ഹെഡ്, എ ഡൈ ഈസ് ത്രോൺ. ഇഫ് ദ ഡൈ ഷോസ് അപ്പ് an even number, the die is thrown again. What is the sample space of this experiment? അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യണം. കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം ഹെഡ് കിട്ടുന്നു, ടെയിൽ കിട്ടുന്നു. അപ്പോൾ നമുക്ക് അത് എഴുതാം. അതായത് എ കോയിൻ ഈസ് ടോസ്ഡ്, പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ് ആൻഡ് ടെയിൽ. എ ഡൈ ഈസ് ത്രോൺ, പോസിബിൾ ഔട്ട്കംസ് ആർ നമുക്കറിയാം 1, 2, 3, 4, 5 and 6. ഇതാണ് പോസിബിൾ ഔട്ട്കംസ്. ഇനി എച്ച് കിട്ടിയാൽ, അതായത് ഹെഡ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ഔട്ട്കം ഈസ് ഹെഡ്, എ ഡൈ ഈസ് ത്രോൺ. അപ്പോൾ ഹെഡ് കിട്ടിയാൽ നാം ചെയ്യേണ്ടത് ഒരു ഡൈ റോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് റിസൾട്ടിൽ ഇങ്ങനെ കിട്ടും. സാമ്പിൾ സ്പേസിൽ H1 ഉണ്ടായിരിക്കും, H2, H3, H4, H5, H6 ഒക്കെ കിട്ടും. ഇനി ടെയിൽ കിട്ടിയാൽ എന്താണെന്ന് പറയുന്നുണ്ട്. ഇഫ് എ ഡൈ ഷോസ് അപ്പ് ഈവൺ നമ്പർ, ഈവൺ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഡൈ ഈസ് ത്രോൺ എഗെയിൻ. അപ്പോൾ എച്ച് കിട്ടിയാൽ നമുക്ക് 2 ആണ് കിട്ടുന്നത് എങ്കിൽ വീണ്ടും നാം ചെയ്യണം, ഒരിക്കൽ കൂടി ഡൈ റോൾ ചെയ്യണം. അപ്പോൾ എച്ച് കിട്ടിയിട്ട് ഈവൺ നമ്പറാണ് പറയുന്നത്. അപ്പോൾ ഓഡ് നമ്പറിനെ പറ്റി ഒന്നും പറയുന്നില്ല. അതായത് എച്ച് കിട്ടിയിട്ട് 1 ആണ് കിട്ടിയത് എങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. 3 കിട്ടിയാലും പിന്നെ തുടർന്ന് ഒന്നും ചെയ്യാൻ പറയുന്നില്ല. H5 ആണെങ്കിലും ഒന്നും പറയുന്നില്ല. എന്നാൽ H2 ആണെങ്കിൽ നമുക്ക് വീണ്ടും ഡൈ റോൾ ചെയ്യണം. അപ്പോൾ H2 1 കിട്ടും, H2 2, അതേ രീതിയിൽ പ്രൊസീഡ് ചെയ്യും. ഇനി ഹെഡിനെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ടെയിൽ കിട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതാം. അതായത് ടെയിൽ കിട്ടിയാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി
ഹെഡ് കിട്ടിയാൽ പിന്നെ ഡൈ റോൾ ചെയ്യണം. ഡൈ റോൾ ചെയ്താൽ ഓഡ് നമ്പർ വരുന്നാൽ അവസാനിപ്പിക്കാം. അപ്പോൾ അവസാനിപ്പിക്കുന്നത് നമ്മൾ ആദ്യം എഴുതുകയാണ്. അപ്പോൾ H1. ഇനി വീണ്ടും ഒരു ഓഡ് വരുന്നത് H3 ആണ്, H5 ആണ്. ഇനി നമുക്ക് H2 കിട്ടിയാൽ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ H2 ആണെങ്കിൽ വീണ്ടും എറിഞ്ഞാൽ 1 വരും. അപ്പോൾ H21, ദെൻ H22, H23, H24, H25, H26. നമുക്ക് H3 നേരത്തെ എഴുതി. അപ്പോൾ ഇനി H41, H42, H43, H44, H45, H46. H5 നമ്മൾ എഴുതി കഴിഞ്ഞു. ദെൻ H61, H62, H63, H64, H65, H66. ഇതോടെ സാമ്പിൾ സ്പേസ് അവസാനിച്ചു. ഇവിടെ ഓരോന്നും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ ഹെഡ് കിട്ടിയാൽ എന്താണ് തുടർന്ന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അർത്ഥം ടെയിൽ കിട്ടിയാൽ തുടർന്ന് ഒന്നും ചെയ്യേണ്ടതില്ല. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. The numbers 1, 2, 3 and 4 are written separately on 4 slips of paper. The slips are put in a box and mixed thoroughly. A person draws 2 slips from the box, one after the other, without replacement. Describe the sample space for the experiment. ഇവിടെ പറയുന്നത് നമ്പേഴ്സ് 1, 2, 3 and 4 ഒരു പേപ്പറിൽ 1 മുതൽ 4 വരെ എഴുതിയിട്ട് സ്ലിപ്പ് ഉണ്ടാക്കുന്നു. അത് ബോക്സിൽ വെക്കുകയാണ്. ദ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. എന്നിട്ട് നന്നായി ഇളക്കുന്നു. അപ്പോൾ ബോക്സിൽ 4 സ്ലിപ്പാണ് ഉണ്ടായിരിക്കുക. എ പേഴ്സൺ ഡ്രോ 2 സ്ലിപ്സ് ഫ്രം ദ ബോക്സ്, വൺ ആഫ്റ്റർ ദ അതർ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് എടുത്ത് അത് പിന്നീട് അതിലേക്ക് ബോക്സിലേക്ക് തിരിച്ചു വയ്ക്കുന്നില്ല. ഇതിനാണ് നാം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ലിപ്പ് എടുത്താൽ പിന്നീട് ബോക്സിൽ 3 എണ്ണമേ ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ എപ്പോഴും എടുക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപ് 4 സ്ലിപ്പ് ഉണ്ടായിരിക്കും എന്നർത്ഥം. വിത്ത് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ആദ്യം 1 കിട്ടി എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് 1 കിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആ സാമ്പിൾ സ്പേസ് എഴുതാനുള്ളത് 1 ആഫ്റ്റർ ദ അതർ ആണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ വരുന്നത് നമുക്ക് ഓർഡർഡ് പെയർ ആക്കി എഴുതാം. 1, 2, ദെൻ 1, 3 ആയിരിക്കും. 1, 4. 1 കിട്ടിയ തുടർന്ന് രണ്ടാമത്തെ കിട്ടുക, പിന്നെ 3 ആണ്, പിന്നെ 4 ആണ്. ഇനി ആദ്യം 1 കിട്ടിയ എല്ലാ പോസിബിലിറ്റിയും നാം എഴുതി കഴിഞ്ഞു. ഇനി 2 ആദ്യം കിട്ടിയെങ്കിൽ പിന്നീട് 1 ആയിരിക്കും കിട്ടുക. പിന്നെ 2 കിട്ടില്ല, കാരണം വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ദെൻ 2, 3, 2, 4. ദെൻ ഇനി ഫസ്റ്റിൽ 3 ആണ് കിട്ടിയതെങ്കിൽ 3, 1, 3, 2, 3, 3 ഇല്ല, 3, 4. ദെൻ ഫസ്റ്റിൽ 3 കിട്ടിയ സാധ്യതയും കഴിഞ്ഞു. ദെൻ 4, 1, 4, 2, 4, 3. 4, 4 കിട്ടില്ല, കാരണം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. An experiment consists of rolling a die and then tossing a coin once. If the number on the die is even, if the number on the die is odd, the coin is tossed twice. Write the sample space for this experiment. ഇവിടെ പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം ഒന്നുകിൽ അത് ഹെഡ് കിട്ടുന്നു അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്നു. പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ് ആൻഡ് ടെയിൽ. ഇനി ഒരു ഡൈ റോൾ ചെയ്താൽ കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് 1, 2, 3, 4, 5 and 6. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക എന്നർത്ഥം. ഇനി ഇവിടെ പറയുന്നുണ്ട് ഓഡ് നമ്പർ, അതായത് ഒരു ഡൈ റോൾ ചെയ്താൽ കിട്ടുന്നത് 1, 3, 5 എന്നുള്ള ഓഡും 2, 4, 6 എന്നുള്ള ഈവണുമാണ്. ഓഡ് കിട്ടിയാൽ എന്താണ് പറയുന്നത്, ഈവൺ കിട്ടിയാൽ എന്താണ് എന്നിവിടെ പറയുന്നുണ്ട്. ഒരു ഡൈ റോൾ ചെയ്തിട്ട് ഫസ്റ്റ് ഈവൺ കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരു കോയിൻ ടോസ് ചെയ്യണം എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട്, ഒരു ഡൈ റോൾ ചെയ്തിട്ട് ഫസ്റ്റ് ഓഡ് കിട്ടിയാൽ പിന്നെ 2 കോയിൻ ടോസ് ചെയ്യണം എന്നതാണ് അവിടെ പറയുന്നത്. ഇഫ് എ നമ്പർ ഓൺ ദ ഡൈ ഈസ് ഓഡ്, ദ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. 2 തവണ വേണം എന്നാണ് അർത്ഥം. അതായത് ഒരു ഡൈ റോൾ ചെയ്താൽ ഈവൺ കിട്ടി, ഉദാഹരണമായിട്ട് 2 കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുക എന്തായിരിക്കും, ഹെഡ്. ഹെഡ് കിട്ടിയാൽ വീണ്ടും നമ്മളോട് പറയുന്നു അത് ടെയിൽ വേണം. വീണ്ടും 2 കിട്ടിയാൽ ഒരു ഡൈ റോൾ ചെയ്യണം. അപ്പം നമുക്ക് 2H കിട്ടും.
പിന്നെ അതുപോലെ തന്നെ 2H 4H ഇതേ രീതിയിൽ വരും. ഇനി ഒരു ഡൈ റോൾ ചെയ്തിട്ട് ഓഡ് 1 കിട്ടിയെങ്കിൽ വീണ്ടും നമുക്ക് 2 തവണയാണ് കോയിൻ ടോസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എഴുതാം. അതായത് എ കോയിൻ ഈസ് ടോസ്ഡ്, പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ് ആൻഡ് ടെയിൽ. എ ഡൈ ഈസ് ത്രോൺ, പോസിബിൾ ഔട്ട്കംസ് ആർ 1 2 3 4 5 and 6. ദെൻ 1 3 5 ഓഡ് നമ്പറാണ്, 2 4 6 ഈവൺ നമ്പറാണ്. ദെൻ സാമ്പിൾ സ്പേസ്, അതായത് 2H. ദെൻ അടുത്തത് 2T ആയിരിക്കും. പിന്നെ 4H വരും, 4T വരും. 6H വരുന്നു, 6T വരുന്നു. ദെൻ അടുത്തതാണ് നമുക്ക് പ്രത്യേകത, ഓഡ് നമ്പർ വന്നാൽ ശ്രദ്ധിക്കേണ്ടത് 2 കോയിനാണ് ടോസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 കിട്ടിയാൽ H വരുന്നു. ദെൻ 1HT വരും. ദെൻ 1TH വരും, 1TT വരും. ഇനി ഇതേ രീതിയിൽ തന്നെ 3 കിട്ടുമ്പോഴും 3HH 3HT 3TH 3TT വരും. ഇതേ രീതിയിൽ 5 കിട്ടുമ്പോഴും 2 കോയിൻ ടോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് 5HH 5HT 5TH 5TT. ഇതേ രീതിയിലാണ് സാമ്പിൾ സ്പേസ് വരുന്നത് എന്നർത്ഥം. Then question number 17. A coin is tossed. If it shows a tail, we draw a ball from a box which contains 2 red and 3 black balls. 2 from വരുന്നുണ്ട്. And 3 black balls. If it shows head, we throw a die. Find the sample space for this experiment. ഇവിടെ നമുക്കറിയാം പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്താൽ ഇവിടെ ഹെഡ് കിട്ടുന്നു അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്നു എന്ന് നമുക്കറിയാം. ഇനി ടെയിൽ കിട്ടിയാൽ പറയുന്നത് എന്താണ്? If it shows tail, we draw a ball from a box which contain 2 red and 3 black balls. അതായത് കോയിൻ ടോസ് ചെയ്താൽ തുടർന്ന് ടെയിൽ കിട്ടുന്നു എങ്കിൽ ബോൾ ചൂസ് ചെയ്യണം. അതിൽ ഐഡൻറ്റിക്കൽ എന്ന് പറയാത്തത് കൊണ്ട് 2 റെഡ് ബോൾ ഉള്ളത് കൊണ്ട് നമുക്ക് R1 R2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് ബോൾസും ഇതേ രീതിയിൽ. ഇനി ഇഫ് ഇറ്റ് ഷോസ് ഹെഡാണ് ആദ്യം കിട്ടിയത് എങ്കിൽ ഡൈ റോൾ ചെയ്യണം. ഹെഡ് കിട്ടിയാൽ തുടർന്ന് ഡൈ റോൾ ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നറിയാം. H1 H2 H3 H4 H5 H6 ഇതേ രീതിയിൽ നിരത്തി എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ നമുക്ക് എഴുതാം. അതായത് എ കോയിൻ ഈസ് ടോസ്ഡ്. എ കോയിൻ ഈസ് ടോസ്ഡ്. ദെൻ കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം പോസിബിൾ ഔട്ട്കംസ് ഹെഡ് ആൻഡ് ടെയിൽ. ഇനി ഒരു കോയിൻ ടോസ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഡൈ റോൾ ചെയ്താൽ കിട്ടുന്നത് പോസിബിൾ ഔട്ട്കംസ് ആർ 1 2 3 4 5 and 6. ദെൻ റെഡ് ബോൾസ് ഡിനോട്ട് ചെയ്യുന്നത് R1 and R2. ബ്ലാക്ക് ബോൾസ് ആർ ഡിനോട്ടഡ് ആസ് B1 B2 B3 ആണ്. ഇവിടെ ബ്ലൂ എന്നാണ് പറഞ്ഞത്, അത് ബ്ലാക്ക് ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ദെൻ നമുക്ക് ആ പോസിബിലിറ്റി ഒന്ന് എഴുതാം. സാമ്പിൾ സ്പേസ്, അതായത് ടെയിലാണെങ്കിൽ റെഡ് ബോൾ വേണം. ദെൻ ടെയിലാണെങ്കിൽ റെഡ് 2 വേണം. ടെയിലാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ബോൾസ് 1, ബ്ലാക്ക് ബോൾ 2, ബ്ലാക്ക് ബോൾ 3 ഇതേ രീതിയിൽ. ഇനി അടുത്തതാണ് ഹെഡ് കിട്ടിയാൽ ഡൈ റോൾ ചെയ്യണം. അപ്പോൾ H1 H2 H3 H4 H5 H6 ഇതാണ് സാമ്പിൾ സ്പേസ്. Then question number 18. A die is thrown repeatedly until a 6 comes up. What is the sample space for this experiment? ഒരു ഡൈ റോൾ ചെയ്താൽ 6 റിപ്പീറ്റഡ് കിട്ടണ വരെ എറിയണം. 6 കിട്ടുന്നത് വരെയാണ് എറിയേണ്ടത്. until a 6 comes up. What is the sample space? നമുക്കറിയാം ഒന്നുകിൽ 6 കിട്ടുന്നത്
6 കിട്ടുന്നത് ഒന്നുകിൽ ആദ്യത്തേൽ കിട്ടും, രണ്ടാമത്തേൽ കിട്ടും, മൂന്നാമത്തേൽ കിട്ടും, നാലാമത്തെ അഥവാ അങ്ങനെയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാം, ഒരു ഡൈ റോൾ ചെയ്താൽ കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് 1 2 3 4 5 6. ദെൻ 6 കംസ് അപ്പ് ഫസ്റ്റ്. 6 ആദ്യം കിട്ടാം, സെക്കൻഡിൽ കിട്ടാം, തേർഡിൽ കിട്ടാം, ഇതേ രീതിയിൽ ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ എക്സെട്ര. ദെൻ സാമ്പിൾ സ്പേസ്. ആദ്യം കിട്ടിയാൽ ഉടനെ നിർത്താം, 6 കിട്ടിയാൽ അവസാനിപ്പിക്കുക. അപ്പോൾ ആദ്യം 6 കിട്ടി, അവസാനിച്ചു. രണ്ടാമത് 6 കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിയില്ല. ആദ്യം കിട്ടാത്തപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? 1 6 ആയിരിക്കും, അല്ലെങ്കിൽ 2 6 ആയിരിക്കും, 3 6 4 6 5 6. 6 6 വരില്ല, കാരണം 6 6 ഇല്ല, കാരണം അതാണ് ഫസ്റ്റ് 6 കിട്ടിയാൽ അവസാനിപ്പിക്കണം. ദെൻ രണ്ടാമത് 6 കിട്ടിയതാണ് കഴിഞ്ഞത്. ഇനി മൂന്നാമത് 6 കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യവും രണ്ടാമതും കിട്ടിയില്ല എന്നർത്ഥം. അതായത് 1 1 6, ദെൻ 1 2 6. ഇതേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകിയാൽ അവസാനം 2 2 6, അങ്ങനെ പോയി 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 നമുക്ക് 5 2 6 പോന്നു. ദെൻ എക്സെട്ര, ഇങ്ങനെ അനന്തമായി നീണ്ടു പോകുന്നതാണ് ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്നർത്ഥം. ഇതോടെ ഈ ചാപ്റ്ററിലെ ഈ ഭാഗത്തെ എല്ലാ ക്വസ്റ്റ്യനും 16.1 എല്ലാ ക്വസ്റ്റ്യനും അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നാം ചെയ്യുന്നത് ഇവൻറ്റ്, അതുപോലെ തന്നെ വിവിധ തരം ഇവൻറ്റുകൾ, സിമ്പിൾ ഇവൻറ്റ്, ഷുവർ ഇവൻറ്റ്, ഇമ്പോസിബിൾ ഇവൻറ്റ്, ഈക്വലി ലൈക്ലി ഇവൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവൻറ്റ്, ഇതേ രീതിയിലുള്ള ഇവൻറ്റുകളെ പറ്റിയിട്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ്